ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ ഒരു ബലിയർപ്പകനെ നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നു. ആദാമിന്റെ രണ്ടാമത്തെ സന്തതി, നിഷ്കളങ്കനായ ആബേൽ. പ്രിയപ്പെട്ടവരെ, തനിക്കുണ്ടായിരുന്നവയിൽ ഏറ്റവും മനോഹരമായതിനെ, ഏറ്റവും പൂർണ്ണതയുള്ളതിനെ നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന്റെ മുൻപിൽ ആബേൽ കാഴ്ചവെച്ചു. അങ്ങനെ അവനൊരു പോയിൻസിറ്റിയായി മാറി. ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവരാജ്യത്തിൽ അവൻ സ്ഥാനമുറപ്പിച്ചു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഏറ്റവും പ്രധാനമായതിനെ ഉണ്ണിക്ക് പുൽക്കൂട്ടിൽ കൊണ്ടുപോയി വെക്കാൻ, കാഴ്ചയർപ്പിക്കാൻ സാധിക്കണം. എങ്കിൽ ആബേലിനെ പോലെ സ്വർഗത്തിൽ സ്ഥാനം നേടുന്ന, ഉണ്ണിയുടെ പുൽക്കൂട്ടിൽ സ്ഥാനം നേടുന്ന ഒരു പോയിൻസിറ്റിയായി നമുക്ക് മാറാം. പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ആമേൻ.